ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺസ് അപ്പ്. സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഇൻട്രൊഡക്ടറി പാർട്ടും അതേപോലെ തന്നെ വെലോസിറ്റി ആക്സലറേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷനും അതിനുശേഷം നമ്മൾ ഗ്രാഫുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമ്മളിതും വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. അതായത് നമ്മളൊരു എക്സ് ടി ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. സോ വി ക്യാൻ റൈറ്റ് ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി വരും. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. നമ്മളൊരു ഡി എക്സ് കൊണ്ട് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. നമ്മളൊരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇൻ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ്. നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയും. സോ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റിയാണ്. സോ ആക്സലറേഷന് നമുക്ക് 3 ഇക്വേഷൻസ് എഴുതാം. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡി വി ബൈ ഡി ടി. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷനാണ് വി ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഈ 3 ഇക്വേഷൻസും നമുക്ക് ആക്സലറേഷൻ വേണ്ടി എഴുതാവുന്നതാണ്. സോ നമുക്ക് ഫങ്ഷൻസ് ആണ് തരുന്നതെങ്കിൽ ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഇവിടെ നിന്നും നമുക്ക് ആക്സലറേഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ആക്സലറേഷൻ ടൈം ഗ്രാഫ് കാണുമെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കാണണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആണെങ്കിൽ ഡി വി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ഡി ടി. സോ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ വി ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ഇൻ്റഗ്രൽ ഡി വി ആണ് ചെയ്യേണ്ടത്. സോ ഡെൽറ്റ വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി ആണ്. സിമിലർലി നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഡി എക്സ് ഈസ് ഈക്വൽ ടു വി ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇൻ്റഗ്രൽ വി ഡി ടി ചെയ്താൽ മതി. വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ടൈമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പൊസിഷനാണ് കിട്ടുക. സോ ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. സോ നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി ടി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. സോ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് വെച്ച് കാൽക്കുലേഷൻ സാധാരണ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ചോദിക്കാറില്ല. സി ബി എസ് സിക്കാണ് നമുക്ക് ഉപകാരപ്പെടുക. അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇത് ആവശ്യമായി വരും. ദെൻ നമ്മൾ ഗ്രാഫിലേക്കാണ് നീങ്ങുന്നത്. സോ ആദ്യമായി നമ്മൾ എടുക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അതായത് വൈ ആക്സിസിൽ നമ്മൾ പൊസിഷനെയും എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന മോഷൻ എന്ന് പറയുന്നത് ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആണ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആണ്. ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ബോഡിയെയാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. റെസ്റ്റിലാണ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം കഴിഞ്ഞാലും അതിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടൈമിലെടുത്ത് നോക്കിക്കാലും അതിൻ്റെ പൊസിഷൻ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം മോഷൻ. സോ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവാണ്. സോ നമ്മളിവിടെ സ്ലോപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവാണ് സ്ലോപ്പ് എന്ന് മനസ്സിലാവും. അതായത് പോസിറ്റീവാണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? വെലോസിറ്റി എന്താണ്? പോസിറ്റീവാണ്.
വെലോസിറ്റി ഈസ് പോസിറ്റീവ്. വെലോസിറ്റി ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡിറക്ഷനിലുള്ള മോഷനെയാണോ പോസിറ്റീവായിട്ട് എടുക്കുന്നത് അതേ ഡിറക്ഷനിൽ തന്നെയാണ് ബോഡി മൂവ് ചെയ്യുന്നത് എന്നാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതും യൂണിഫോം മോഷൻ തന്നെയാണ്. പക്ഷേ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം നമ്മളിവിടെ സ്ലോപ്പ് നോക്കുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ് വരുന്നത്, ചരിവ് നെഗറ്റീവാണ് വരുന്നത്. സോ നമ്മൾ പറയും യൂണിഫോം മോഷൻ തന്നെയാണ്, പക്ഷേ യൂണിഫോം മോഷൻ തന്നെയാണ്, പക്ഷേ അവിടെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് അവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് നമുക്ക് ഇടുന്നത്. സോ വെലോസിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തുള്ള ഡിറക്ഷന് ഓപ്പോസിറ്റാണ് നിലവിൽ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫാണ് നമ്മൾ നോക്കുന്നത്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ തന്നെ ആക്സലറേഷൻ എന്താണ്, പോസിറ്റീവാണ്. ആക്സലറേഷൻ ഈസ് പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഉള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്, അതായത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സോ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സ്ലോപ്പാണെന്നും ഇവിടെ നെഗറ്റീവ് സ്ലോപ്പാണെന്നും നമ്മൾ പറഞ്ഞത്. അതായത് പോസിറ്റീവ് വെലോസിറ്റിയാണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ, അതായത് ആക്സലറേഷൻ പോസിറ്റീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്സലറേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റിൽ നോക്കുമ്പോഴും ഇതിൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് ഈസ് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്, അല്ലെങ്കിൽ നമ്മളതിനെ പറയാം യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയും. യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്നും പറയാറുണ്ട്. യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ. അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. ആക്സലറേഷൻ ഈസ് നെഗറ്റീവ് ആക്സലറേഷനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ, ഏത് ഡയറക്ഷനാണോ പോസിറ്റീവ് എടുത്തിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിലവിൽ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡീനെ നമ്മൾ ബ്രേക്ക് അപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആക്സലറേഷൻ മോഷൻ ഏത് ഡയറക്ഷനാണോ അതിന് ഓപ്പോസിറ്റാണ് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുക. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോ ഇൻ്റർവെൽ കഴിയുമ്പോൾ കുറഞ്ഞ് വരുന്നു. അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പ് ആദ്യം നല്ല പോസിറ്റീവ് ആയിരുന്നു, പിന്നെ സ്ലോപ്പിൻ്റെ വാല്യൂ കുറഞ്ഞ് പോസിറ്റീവ് വാല്യൂ നിന്നും കുറഞ്ഞ് അവസാനം സ്ലോപ്പ് 0 ആവുന്ന സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം സ്ലോപ്പ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ സ്ലോപ്പിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആവുന്ന കേസാണ് നമ്മൾ കാണുന്നത്. സോ ഇത് രണ്ടുമാണ് നമുക്കിവിടെ ഗ്രാഫായിട്ട് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആദ്യം തന്നെ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. റെസ്റ്റിലുള്ള ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് മോഷൻ ഇല്ലെങ്കിൽ അവിടെ ആരില്ല, വെലോസിറ്റി ഇല്ല. സോ ഏത് ടൈം എടുത്താലും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നമ്മൾ പോസിറ്റീവ് വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. യൂണിഫോം മോഷൻ വിത്ത് പോസിറ്റീവ് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്താണ്, പോസിറ്റീവാണ് വരുന്നത്. അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മോഷൻ പോസിറ്റീവ് കൺസിഡർ ചെയ്തത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഈ ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് വരിക. ഇത്രയും പാർട്ട് വെലോസിറ്റിയും ഇത്രയും പാർട്ട് ടൈമിനെയും റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ആരാണ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ പറയും ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതും യൂണിഫോം മോഷൻ തന്നെയാണ്. അതായത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി തന്നെയാണ്, പക്ഷേ അവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. യൂണിഫോം മോഷൻ വിത്ത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്താണ്, നെഗറ്റീവാണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ ഏത് ഡയറക്ഷനാണോ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തത് ആ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് നിലവിൽ ബോഡി മൂവ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷനാണ്. നമ്മളൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആക്സലറേഷനാണ്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ പോസിറ്റീവ് ആക്സലറേഷനാണ്. സോ ഇതെന്താണ്, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്. ആക്സലറേഷൻ്റെ വാല്യൂ എന്താണ്, പോസിറ്റീവാണ്. ആക്സലറേഷൻ ഈസ് പോസിറ്റീവ്.
ആക്സലറേഷൻ ഈസ് പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡീസലറേറ്റഡ് മോഷനാണ്. യൂണിഫോം ഡീസലറേറ്റഡിനെയാണ് നമ്മൾ എന്താ പറയുക, റിട്ടാർഡേഷൻ മോഷൻ എന്ന് പറയുന്നത്, ഓർ റിട്ടാർഡേഷൻ മോഷൻ. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ എന്താണ്, നെഗറ്റീവാണ് വരിക. ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ലോപ്പ് എടുക്കുമ്പോൾ സ്ലോപ്പ് എന്താണ്, നെഗറ്റീവാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉള്ളത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം പോസിറ്റീവ് ആക്സലറേഷൻ ആണ്, അല്ലെങ്കിൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. സോ യൂണിഫോംലി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ്റെ വാല്യൂ എന്താണ്, പോസിറ്റീവാണ് വരുന്നത്. ദെൻ ഇവിടെ നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് എന്താണ്, യൂണിഫോം ഡീസലറേറ്റഡ് മോഷനാണ്. അത് ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്ത് തന്നെയാണ്, കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അതിനാണ് നമ്മൾ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ അല്ലെങ്കിൽ യൂണിഫോം ഡീസലറേറ്റഡ് മോഷൻ എന്ന് പറയും. ദെൻ ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈ ആക്സലറേഷൻ ഇൻ ടു ടൈമാണ്. സോ ആക്സലറേഷൻ ഇൻ ടു ടൈം എന്ന് പറഞ്ഞാൽ ആരാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. സോ നമ്മൾ പറയും ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. ദെൻ ആക്സലറേഷൻ ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സലറേറ്റഡ് മോഷൻ അല്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ആക്സലറേഷൻ. അതായത് ആക്സലറേഷൻ പോസിറ്റീവ് ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഇൻക്രീസിങ് എന്ന് പറയുന്നതും രണ്ടും ഡിഫറൻ്റ് ആയൊരു കൺസെപ്റ്റാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഓരോ ടൈം കഴിയുന്നതിനനുസരിച്ചും ആക്സലറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ്. ഇൻക്രീസിങ് ആക്സലറേഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇത് ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നത് ആ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. സോ ആക്സലറേഷൻ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ ടൈം ഇൻ്റർവെലുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് ഈസ് ഡിക്രീസിങ് ആക്സലറേഷൻ. ഇതാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഡിക്രീസിങ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഡീസെലറേഷൻ അല്ല, നെഗറ്റീവ് ആക്സലറേഷൻ അല്ല. ഡിക്രീസിങ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ആവാം ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഡിക്രീസിങ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് കുറയുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് വെഹിക്കിൾ എന്ത് തന്നെയായിരിക്കും, കൂടുക തന്നെയാണ് ചെയ്യുക. അതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ചെയ്യുന്ന സമയത്ത് ഓരോ സെക്കൻഡിലും 5 മീറ്റർ വെച്ചാണ് കവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും 5 മീറ്റർ പെർ സെക്കൻഡാണ്. നമ്മളതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുത്തതിനാൽ ആദ്യത്തെ സെക്കൻഡിൽ 5 ഉണ്ടാവും, അടുത്തതിൽ നമ്മൾ 5 ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 25ലേക്ക് മാറും. അങ്ങനെയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ നോക്കുന്ന സമയത്ത് അവിടെ ആക്സലറേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തു. 5ൽ നിന്നും 4ലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയും ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് വെഹിക്കിൾ. അതായത് നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടി 60ലേക്ക് പോയി. 60 വരെ കൂട്ടാൻ ഉപയോഗിച്ച അത്ര ആക്സലറേഷൻ അല്ല പിന്നീട് നമ്മൾ, അതായത് ഓരോ സെക്കൻഡിലും 10 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് വെച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡാണ് പിന്നീട് നമ്മൾ കൂട്ടുന്നതെങ്കിൽ അവിടെ ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കുറഞ്ഞത്. ഒരിക്കലും ആക്സലറേഷൻ എന്തായിട്ടില്ല, റിട്ടാർഡേഷൻ ആയിട്ടില്ല. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ റേറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഐഡിയ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഡിക്രീസിങ് ആക്സലറേഷൻ ഈസ് നോട്ട് ഓൾവേസ് റിട്ടാർഡേഷൻ മോഷൻ. ഇത് റിട്ടാർഡേഷൻ മോഷൻ്റെ കേസിലും ആക്സലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാം, കുറയാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ